പെരിയാർ നദി. കേരളത്തിൽ 44 നദികളാണുള്ളത്. സർക്കാർ മാനദണ്ഡ പ്രകാരം 15 കിലോമീറ്ററിൽ കുറയാത്ത നീളമുള്ള പുഴകളെയാണ് നദികളായി കണക്കാക്കുന്നത്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികളാണ് കേരളത്തിലുള്ളത്. 44 നദികളിൽ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടും ഒഴുകുന്നു. പാമ്പാർ, കബനി, ഭവാനി എന്നീ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. പോട്ടമോളജി എന്നാണ് നദികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. കാസർഗോഡാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. 244 കിലോമീറ്ററാണ് നീളം. കേരളത്തിന്റെ ജീവരേഖ, ലൈഫ് ലൈൻ ഓഫ് കേരള എന്നാണ് പെരിയാർ നദി അറിയപ്പെടുന്നത്. ഇടുക്കി ജില്ലയിലെ ശിവഗിരിമലയാണ് ഉത്ഭവസ്ഥാനം. കൊടുങ്ങല്ലൂർ കായലാണ് പതനസ്ഥാനം. പ്രാചീന കാലത്ത് ചൂർണി എന്നും ശങ്കരാചാര്യർ പൂർണ എന്നും വിവിധ സ്ഥലങ്ങളിൽ ആലുവാപ്പുഴ എന്നും കാലടിപ്പുഴ എന്നും അറിയപ്പെടുന്നത് പെരിയാർ നദിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയെന്നും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയെന്നും ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയെന്നും ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദിയെന്നുമുള്ള പ്രത്യേകതകൾ പെരിയാറിന് സ്വന്തം. കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരപ്പുഴ, ചെറുതോണിയാർ, പെരുന്തുറയാർ, പെരിഞ്ചാൻകുട്ടിപ്പുഴ, ഇടമലയാർ എന്നിവയാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ. മുല്ലയാറാണ് പെരിയാർ നദിയിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി. അവയുടെ സംഗമസ്ഥാനത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത്. ആലുവയിൽ വെച്ച് മംഗലപ്പുഴ, മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ രണ്ടായി പെരിയാർ നദി പിരിയും. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടായ മുല്ലപ്പെരിയാർ അണക്കെട്ടും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പദ്ധതിയും പെരിയാർ നദിയുടെ പ്രത്യേകതകളിൽ പെടുന്നു.